ഹായ് ഫ്രണ്ട്സ്, ടൂർ ഇട്ട് പോവാ. അങ്ങനെ ഹീറോയിൻ സൈഡായിരുന്നു. കുറച്ച് ഇതാക്കിയിരുന്നു. ആ ഫാത്തിമ പറഞ്ഞു, എന്ത് പറ്റി മച്ചി? ഇടാ വീഡിയോ നോക്ക്. എന്താ ഇവരാണ് കേപ്പാടെ സ്വീറ്റസ്റ്റ് മെമ്പർ. അതൊക്കെ എന്താടി നീ പറഞ്ഞ്? ഹീറോയിൻ ഫാത്തിമ ചോദിച്ചു. എന്തടി മച്ചി? സൂറ പറയാൻ തുടങ്ങി. മച്ചി ഇവർ 7 ഇവരെല്ലാം സ്വീറ്റസ്റ്റ് മെമ്പർ. എന്തടി മച്ചി ഇവരെല്ലാം വൈറ്റ് ആയിട്ടുണ്ടല്ലോ? അതെ, നിങ്ങൾക്ക് എല്ലാവരും ഞാൻ കുറച്ച് പറഞ്ഞു തരാം. അങ്ങനെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. ഇവരുടെ പേര് ജിൻ. അങ്ങനെ ഓരോന്ന് ക്യാരക്ടർ ഓരോന്ന്. ആറം, ഷുഗ, ജിഹു, ജെമിൻ, അങ്ങനെ ഓരോ വി ചങ്കു, അങ്ങനെ ഓരോ 7 ക്യാരക്ടർ. അപ്പുറം കുറച്ച് പറയും. എൻ്റെ വീഡിയോസിൽ ഹീറോയ്ക്കും കുറച്ച് പിടിക്കാൻ തുടങ്ങി. കുറച്ച് ആർമി ആവാൻ തുടങ്ങി ഹീറോയി. വാവ് മച്ചി, ഇവർ എന്താ ചോദിച്ച് പറഞ്ഞ മച്ചി ഇവർ ഇതാണ് ഇവർ പറയാൻ തുടങ്ങി. ഓ അങ്ങനെയാണോ? അങ്ങനായിട്ട് ഹീറോയി ജോലിയായിട്ട് പാട്ട് സോങ്സ് എല്ലാം കേൾക്ക്. ഇപ്പോൾ കുറച്ച് ടെൻഷൻ ഹീറോയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. സൂറ പറയാൻ തുടങ്ങി. മച്ചി അവർ ഇന്ത്യക്ക് വരാൻ പോവാ. എന്ത് മച്ചി സത്യമാണോടി? അതെ, അവർ കറക്റ്റ് ഇന്ത്യക്ക് വരാൻ പോവാ. സത്യമാണ് മച്ചി. അതെ 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 വിഷമിക്കാതെ നമുക്ക് അവരെ മീറ്റ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു. ശരി ഓക്കെ. ഇത് ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെ PTS മെമ്പർ 7 പേർ വരാൻ തുടങ്ങിയായിരുന്നു. 7 പേർ വന്നു. എന്ത് പറ്റി? അങ്ങനെ മാനേജർ ആണെന്ന് എനിക്ക് എല്ലാ ജോലി കഴിഞ്ഞോ സർ? എല്ലാ ജോലി ചെയ്ത് കഴിഞ്ഞു സർ. അത് മാത്രമല്ല ഇവിടുത്തെ CEO നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് തന്നു സർ. എന്താ ഗസ്റ്റ് ഹൗസാ? ഓക്കെ ആണ്. ഈ ഫോട്ടോ ഇത് കാണുന്ന ഗസ്റ്റ് ഹൗസാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഓക്കെ സർ. പുതിയതാണ് സർ, ഇതവർ പുതിയ ഗസ്റ്റ് ഹൗസാണ്. എല്ലാ ജോലി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പുതിയ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ താമസിച്ചോ സർ എന്നായിട്ട് എന്നോട് പറഞ്ഞു. ശരി ഓക്കെ, ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് PTS മെമ്പർ 7 പേർ താമസമാവും. നന്നായിട്ടുണ്ടല്ലോ ബെഡ്റൂമെല്ലാം. അങ്ങനെ ഓരോ സോങ്സ് പാട്ടായിരുന്നു. ഹീറോയിൻ്റെ പോലെ അടുത്താണുള്ളത്, കുറച്ച് ദൂരെയാണ്. ഹീറോയ്ക്ക് കാണുന്നു ആ വീടെല്ലാം. വാവ്, ആ വീടെല്ലാം ബന്ദ്. ഫുൾ അകത്ത് പോയിട്ട് നോക്കണേ. ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഗസ്റ്റ് ഹൗസിനകത്ത്. അവിടേക്കാണ് ഫ്രണ്ട്സ് PTS മെമ്പർ വന്നിട്ടുണ്ട് പറഞ്ഞു. ആറാം പറയാൻ തുടങ്ങി. എടാ നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നു. നിങ്ങൾക്ക് എന്ത് സാധനം വേണം? എൻ്റെ കൂടെ ആരാ വരാൻ പോകുന്നത്? ഞാനും കൂടെ വരുന്നു. അങ്ങനെ ജങ്കുക്ക് ജിമിൻ പറയാൻ തുടങ്ങി. അങ്ങനെ വി പറയാൻ തുടങ്ങി. ഞാനും കൂടെ വരാമെന്ന്. ശരി ഓക്കെ. അങ്ങനെ ആറാം കൂടെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം എന്താ ഫുഡ് ഉള്ളത് ഇങ്ങനെയായിട്ട് സെക്യൂരിറ്റി പറഞ്ഞു. ഇവിടെയാണ് ഉള്ളത്. അവിടെ ഒരാൾ വെച്ച് ഇങ്ങനെ ഫുഡ് എല്ലാം അറിയാൻ തുടങ്ങി. ഫുഡെല്ലാം ഹീറോയി യഥാർത്ഥ പുറത്ത് വരുമ്പോൾ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ അങ്ങനെ ആറം വന്നുണ്ടായിരുന്നു. ആറമ്മനെ നോക്കി. എവിടെ കണ്ട് മതിയാവുമല്ലോ. ചേച്ചേ തോന്നിയതാ. ഹീറോയി എവിടെ നിന്ന് പോകാൻ തുടങ്ങി. ആറാം ജമീൻ വി അങ്ങനെ ഓർഡർ ഫുഡെല്ലാം ഓർഡർ ചെയ്ത്. ശരി ഓക്കെ. അങ്ങനെയായിട്ട് ഫുഡെല്ലാം കൊണ്ടുവരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഒരു കുട്ടി ഓടി വന്ന് ഫാത്തിമ എന്നെ ഓടി വരുന്നു. ആറമ്മൻ മേടിച്ചു. സോറി സാർ. ഫാത്തിമ ഇങ്ങനെ എല്ലാത്തിനും തിരിഞ്ഞ് നോക്കി. വാടി നമുക്ക് പോകണ്ടേ എന്നായിട്ട് പറയാൻ തുടങ്ങി. ആറമ്മ കണ്ണ് നോക്കി. ശരി ഓക്കെ. എന്നെ അവരവിടുന്ന് പോയി. ഇങ്ങനെ ഫുഡ് എടുത്തോടെ അവർ എൻജോയ് ചെയ്തോണ്ട് തുടങ്ങി. ഓക്കെ മച്ചി. എടി നമ്മൾക്ക് പോവണ്ടേ അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറയാൻ അവർ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര കഷ്ടമായിരുന്നു. സാഡായിരുന്നു ഈ മൊപ്പ ഇങ്ങനെ പറയാനായിട്ട്. അങ്ങനെയായിട്ട് മാരേജ് കഴിക്കണമെന്ന് സാഡായി ഹീറോയി പറയാൻ തുടങ്ങി. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല എന്നെ ഹീറോയി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഒരു കുട്ടി വന്നായിരുന്നു. അവളെ പേര് സ്റ്റെല്ലാക്ക് PTS മെമ്പറിനെ കണ്ടു. സ്റ്റെല്ല കുറച്ചൊരു റൗഡി ഗേൾ മതി. അവർ കുറച്ച് ബിസിനസ്, അവൾക്ക് കുറച്ച് ബോയ്സെല്ലാം ഫ്രണ്ട്സും ഉണ്ട്. സ്റ്റെല്ല പറയാൻ തുടങ്ങി. PTS മെമ്പർ അവർ വന്നപ്പോൾ നിങ്ങൾ അവർ കിഡ്നാപ്പ് ചെയ്യണം അങ്ങനെ സ്റ്റെല്ല പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഇത് സൂറൊക്കെ കിട്ടു. എന്ത് സ്റ്റെല്ല കിഡ്നാപ്പ് ചെയ്യുന്നതാണോ? ഇത് പോയിട്ട് അറിയിക്കണം. എവിടെ പോയി എല്ലാം കിട്ടും സ്റ്റെല്ല പറയുന്നത്. ശരി ഓക്കെ, ഇവർ ശരിയാക്കാം. സ്റ്റെല്ല അവിടുന്ന് പോയി. സ്റ്റെല്ല പറഞ്ഞ ഒരു ഗേൾ നല്ല മോഡ് ഗേളാണ് സ്റ്റെല്ല. അങ്ങനെ സ്റ്റെല്ല പറയുന്നത് കേട്ട് ശരിക്കും പോയി ഹീറോയിനോട് പറയാൻ തുടങ്ങി. മച്ചി ഫാത്തിമ ഇങ്ങനെ PTS മെമ്പറിനെ കിഡ്നാപ്പ് ചെയ്യുന്നടി. നിൻ്റെ വീട്ടിനടുത്തല്ലേടി പറഞ്ഞത്? അതെ മച്ചി, അവിടേക്ക് വന്ന് കിഡ്നാപ്പ് ചെയ്യൂടി. അത് മുമ്പ് നീ എന്താ ചെയ്യാം മച്ചി? അതൊക്കെ ഇപ്പം ഞാൻ എന്താ ചെയ്യാം?
സ്റ്റെല്ല കിഡ്നാപ്പ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല അങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്ന എത്ര മണിക്ക് വരുന്നത് കരഞ്ഞു. പീറ്റേഴ്സ് മെമ്പർ 7 പേർ പുറത്തിറങ്ങി സംസാരിക്കുമായിരുന്നു. സ്റ്റെല്ല വരുന്ന മുമ്പ് പീറ്റേഴ്സ് മെമ്പർ കിഡ്നാപ്പ് ചെയ്യുന്ന മുമ്പ് അങ്ങനെ ഹീറോയി വന്നു. സ്കിമി സർ എസ് എന്ന് പറഞ്ഞു. സ്കിമി പറഞ്ഞു എല്ലാ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു. അവർ 7 പേർ വീട്ടിലേക്ക് സ്പ്രേ അടുപ്പിച്ച് അങ്ങനെയിട്ട് ഹീറോയി പറയുന്നത് ശരി ഓക്കെ മച്ചി ഞങ്ങൾ പറഞ്ഞ പോലെ ഹീറോയി സ്പ്രേ അടുപ്പിച്ച് 7 പേര് മച്ചി എന്തൊരു കണയുള്ളത്. അർജുൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ വരുപ്പിച്ചത്. എന്നൊരു ഫ്രണ്ട് അർജുൻ പറയുന്നത് ബാക്കി ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നു 6 ഫ്രണ്ട്സിനെ ഇവരെടുത്തുകൊണ്ട് അകത്ത് പോയി സ്റ്റെല്ല വരുന്ന മുമ്പ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഹീറോയി പറയുന്നുണ്ട് മച്ചി നിൻ്റെ വീട്ടിലാരും ഹീറോയി പറയാൻ തുടങ്ങി മച്ചി എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ലടി വന്ന് പറയൂടി എന്ന് ഹീറോയി പറയാൻ തുടങ്ങി. അർജുൻ പറയാൻ തുടങ്ങി എൻ്റെ ഗസ്റ്റ് ഹൗസ് കൊണ്ടുപോയി. അർജുൻ്റെ ഗസ്റ്റ് ഹൗസിൽ 7 പേരെ കൊണ്ടുപോയി. അങ്ങനെ അവർ എല്ലാവരോടും ഇരുത്തി. അങ്ങനെ എല്ലാവരും ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തു. സ്റ്റെല്ല പറയാൻ തുടങ്ങി. സ്റ്റെല്ല വന്നു. അങ്ങനെ ഹീറോയിൻ ഒരു പ്ലാൻ ചെയ്ത മാതിരി ചെയ്തു. അങ്ങനെയായിട്ട് പോലീസ് കോൾ ചെയ്ത് പോലീസിനോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. സ്റ്റെല്ല അങ്ങനെ അവർ മാസ്ക് ഫുള്ള് ഇവർ കണ്ണൊന്നും കാണുന്നില്ല. സ്റ്റെല്ലേൻ്റെ ആൾക്കാർ അങ്ങനെ അതേ ബോയ്സ് എന്ന് അറിഞ്ഞ് അവർ ബോയ്സ് എന്ന് പോലീസിനെ കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെ പോലീസിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ പോലീസും ഫോളോ ചെയ്ത് വന്നായിരുന്നു. അത് കുറച്ച് പോലീസായിരുന്നു. സ്റ്റെല്ല കൊണ്ടുവന്ന് കണ്ണ് തുറന്ന് നോക്കി പോലീസിനെ പിടിച്ചു. പോലീസ് പറയാൻ തുടങ്ങി നീ എന്താണ് ഈ ചെയ്യുന്നത്. അങ്ങനെ പോലീസ് പിടിച്ച് അവളെ മിരട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കിഡ്നാപ്പ് ചെയ്ത് അവളെ മേലെ കേസായി. സ്റ്റെല്ലക്ക് ടെൻഷൻ ആരാ ഇത് ചെയ്തത് സ്റ്റെല്ലക്ക് ഒന്നും അറിയില്ല. സ്റ്റെല്ലേൻ്റെ അച്ഛനെ വന്നു സോറി സാർ ഇവളെ ഫ്രണ്ട്സിനെ കിഡ്നാപ്പ് ചെയ്യുന്നു പറഞ്ഞതാ. പോലീസ് അടിച്ചിട്ട് പോലീസ് ഒന്നും പറഞ്ഞില്ല ആര് ക്യാൻപിൾ തന്നത് ആര് നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞ് പോലീസ് ഒന്നും പറഞ്ഞില്ല. സ്റ്റെല്ലക്ക് ടെൻഷൻ ആവും തുടങ്ങി. സ്റ്റെല്ല ഇന്നത്തെ പ്ലാൻ പിന്നെ ഇട്ടോളാം. സ്റ്റെല്ല അവിടുന്ന് പോയി. ഒരു പീറ്റേഴ്സ് മെമ്പർ 7 പേർ കണ്ണ് തുറന്നു. ഇതെവിടെയാണ് പ്ലേസ് ഒന്ന് പീറ്റേഴ്സ് മെമ്പർക്ക് ഒന്നും അറിഞ്ഞല്ലേ. അർജുൻ അടയിരുന്നു. നിങ്ങളാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് അർജുനോട് പറയാൻ തുടങ്ങി. സ്റ്റെല്ല നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തത് സാർ. അതുമാത്രമല്ല സാർ നിങ്ങൾക്ക് പോകുന്ന കൊടുത്തോട് നിങ്ങൾക്ക് ബോഡി ഗാർഡായിട്ട് ഞങ്ങൾ ഉണ്ടാവും സാർ.